ഹലോ എവ്രിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിനെ കില്ല് ചെയ്യുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ബിഹേവിയേഴ്സ് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കും. കാരണം ചില ആളുകളെങ്കിലും നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് ഇത് തന്നെയാണ്. കുറേ നാളുകൾക്ക് ശേഷം അവർ തന്നെ ഒരു റിഗ്രറ്റിലേക്ക് പോകുമെന്നുള്ളതാണ്. പണ്ടേ മൂവ് ഓൺ ചെയ്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ സ്വഭാവമൊക്കെ കണ്ട സമയത്ത് തന്നെ ഒന്നുകൂടി റീതിങ്ക് ചെയ്ത് വേണോ വേണ്ടയോ എന്നുള്ളത് ആലോചിക്കണമായിരുന്നു എന്ന് പറയാറുണ്ട്. സോ എങ്ങനെയുള്ള ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ ഒന്നുകൂടി റീതിങ്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ബിഹേവിയേഴ്സ് ആണ് നമ്മൾ ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ ഒരു ബിഹേവിയർ ആണ് കണ്ടിന്യൂസ് ആയിട്ട് നുണ പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. സോ ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കള്ളം പറയുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. കാരണം വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സത്യസന്ധമായിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കള്ളങ്ങൾ പറയില്ല എന്നുള്ളതാണ്. സോ റിപ്പീറ്റഡ് ആയിട്ട് കള്ളം പറയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആദ്യത്തെ ബിഹേവിയർ. ഇനി രണ്ടാമത്തെ ഒരു ബാഡ് ബിഹേവിയർ ആണ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം സൈലന്റ് ട്രീറ്റ്മെന്റ് നൽകുന്നു എന്നുള്ളത്. വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ എന്തെങ്കിലും വളരെ നിസ്സാരമായിട്ടുള്ള സംസാരിച്ച് തീർക്കാവുന്ന ഒരു പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ഭാഗത്തായിരിക്കില്ല മിസ്റ്റേക്ക്, എന്നിരുന്നാലും അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ, ഇങ്ങനെ ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സൈലന്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്ന ഒരു കാര്യം, അതായത് 1 or 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസത്തേക്ക് സംസാരിക്കാതിരിക്കുന്നു, യാതൊരുവിധ കോണ്ടാക്റ്റും ഉണ്ടായിരിക്കില്ല, അപ്ഡേഷൻസ് ഒന്നും നൽകില്ല എന്നുള്ളതാണ്. ഒരു പക്ഷെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അത്തരത്തിലുള്ള സോൾവ് ചെയ്യണമെന്നോ എന്താണ് സംഭവിച്ചത് എന്നോ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന് പകരം ഇത്തരത്തിൽ 2-3 ദിവസത്തേക്ക് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ദിവസത്തിലേക്ക് സൈലന്റ് ആയി പോകുന്ന ഒരു ബിഹേവിയർ ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ബിഹേവിയർ. മാത്രമല്ല ഇത് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആ റിലേഷൻഷിപ്പ് തകരാൻ കാരണമാവുന്ന ഒരു ബിഹേവിയർ കൂടിയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതിന് സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി റിലേഷൻഷിപ്പിനെ മോശമായി ബാധിക്കുന്ന മറ്റൊരു ബിഹേവിയർ ആണ് ഇമോഷൻസിനെ ഡിസ്മിസ് ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇമോഷൻസിനെ ഒട്ടും കെയർ ചെയ്യാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ. ഒരു പക്ഷേ നിങ്ങൾ വളരെയധികം സാഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് നിങ്ങൾ ഷെയർ ചെയ്യുകയായിരിക്കാം. അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ നിങ്ങളെ നോക്കി ചിരിക്കുന്നു, അല്ലെങ്കിൽ അതൊക്കെ ഒരു വലിയ ബിഗ് ഡീൽ ആണോ എന്ന രീതിയിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ അതിനൊക്കെ ഡിസ്മിസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു, തമാശയാക്കി കളയുന്നു. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഇമോഷൻസിനെ കെയർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു ബിഹേവിയർ. കാരണം ഇത്തരത്തിലാണ് കണ്ടിന്യൂസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ഫീൽ ചെയ്യില്ല. നെക്സ്റ്റ് ഒരു ബിഹേവിയർ ആണ് എല്ലാ കാര്യത്തിനും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളത്. ഒരു പക്ഷേ നിങ്ങളുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ മിസ്റ്റേക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ റാൻഡംലി സംഭവിച്ച ഒരു കാര്യമായിരിക്കാം. പക്ഷേ കുറ്റം മുഴുവൻ നിങ്ങൾക്കാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ, അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ മേൽ ആ ഒരു പ്രശ്നത്തിന്റെ ഉത്തരവാദിത്തം കംപ്ലീറ്റ്ലി ഏൽപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മേലാണ് കംപ്ലീറ്റ് ബ്ലെയിം ചെയ്യുന്നത്, കുറ്റപ്പെടുത്തുന്നത് എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു ബിഹേവിയർ. സോ ഇത്തരത്തിൽ എല്ലാ കാര്യത്തിനും നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന ഒരു ബിഹേവിയർ കാണുന്നുണ്ടെങ്കിൽ ഇതും മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട മറ്റൊരു ബിഹേവിയർ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരേ മിസ്റ്റേക്ക് തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നു ആൻഡ് വീണ്ടും വീണ്ടും അപ്പോളജി ചെയ്യുന്നു, നിങ്ങളോട് സോറി പറയുന്നു. പക്ഷെ ആ ഒരു ബിഹേവിയർ അവർ ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു പെരുമാറ്റം ദോഷമാണ് എന്ന് മനസ്സിലാക്കാനോ അതിന് വേണ്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനോ ഇവർ തയ്യാറാവില്ല. പകരം അതേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യും. ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും എസ്കേപ്പ് ആവുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ മാത്രം സോറി പറഞ്ഞ് എസ്കേപ്പ് ആവുന്ന ഒരു ബിഹേവിയർ. സോ ഇങ്ങനെയാണ് കണ്ടിന്യൂസ് ആയിട്ട് അവർ ബിഹേവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള
മറ്റൊരു ബിഹേവിയർ ആണ്. സോ ഇത്രയും ബിഹേവിയേഴ്സ് റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ബിഹേവിയേഴ്സ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സീരിയസ് ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കും എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്